രാജ്യത്തെ കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തിന്റെയും വികാരത്തിന്റെയും പ്രതീകമായി മാറിയ അയോധ്യ രാമക്ഷേത്രം. ദിവസേന ലക്ഷക്കണക്കിന് രൂപയാണ് ഇവിടെ ഭക്തർ കാണിക്കയായി സമർപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതേ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി പുറത്തുവരുന്ന വാർത്തകൾ രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. കാണിക്കപ്പെട്ടിയിൽ നിന്നുള്ള പണം തന്നെ മോഷണം പോയെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. ഇത് വെറും ചെറിയ മോഷണമല്ല, ക്രമബദ്ധമായ രീതിയിൽ മാസങ്ങളോളം പണം തട്ടിയെടുത്തിരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം. ഈ സംഭവമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. സംഭവം പുറത്തു വന്നത് വളരെ അപ്രതീക്ഷിതമായ രീതിയിലായിരുന്നു. ക്ഷേത്ര പരിസരത്തെ ഒരു ശുചിമുറിയിൽ 40,000 രൂപയുടെ കറൻസി നോട്ടുകൾ കണ്ടെത്തി. ആദ്യം ആരോ മറച്ചുവെച്ചതാണെന്ന് കരുതിയെങ്കിലും പിന്നീട് സുരക്ഷാ ജീവനക്കാരുടെ സംശയം ശക്തമായി. അന്വേഷണം ആരംഭിച്ചതോടെ കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് പോയി. അന്വേഷണം പുരോഗമിച്ചപ്പോൾ ക്ഷേത്രത്തിലെ കാണിക്ക കൈകാര്യം ചെയ്തിരുന്ന ചില ജീവനക്കാരെ ചോദ്യം ചെയ്തു. പിന്നീട് നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സംശയം എന്താണ്? ഭക്തർ സമർപ്പിച്ചിരുന്ന പണം എണ്ണുന്ന ഘട്ടത്തിലാണ് ക്രമക്കേട് നടന്നതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അഥവാ കാണിക്കപ്പെട്ടിൽ നിന്ന് ബാങ്കിലേക്ക് കൊണ്ടുപോകേണ്ട മുഴുവൻ തുകയും എത്തിയിരുന്നില്ലെന്നാണ് ആരോപണം. അറസ്റ്റിലായവരുടെ വീടുകളിൽ നിന്ന് പണം, സ്വർണ്ണാഭരണങ്ങൾ, വാഹനങ്ങൾ എന്നിവയും കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം നിരവധി ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അഥവാ SIT നടത്തിയ പരിശോധനയിൽ സുരക്ഷാ സംവിധാനത്തിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. CCTV ദൃശ്യങ്ങൾ പരിമിതമായ ദിവസങ്ങളുടെ മാത്രമായിരുന്നു ലഭ്യമായിരുന്നത്. പണം കൈകാര്യം ചെയ്യുന്നതിൽ വ്യക്തമായ മേൽനോട്ടമില്ലായ്മയും നടപടിക്രമങ്ങളിലെ പോരായ്മകളും അന്വേഷണത്തിൽ ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുണ്ട്. ശ്രീരാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ അയോധ്യയിലെ സന്യാസി സമൂഹവും ഇപ്പോൾ വളരെ അസംതൃപ്തരാണ്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിയും നിർമോഹി അഖണ്ഡ മഹന്തുമായ ദിനേന്ദ്രദാസ് മഹാരാജും ശ്രീ കർത്തരിയ ബാബ ആശ്രമം മഹന്ത് ബാലയോഗി രാംദാസ് ജി മഹാരാജും ദശരഥ് ഗഡി ഹനുമാൻ ക്ഷേത്രം പൂജാരി യോഗേഷ് ദാസ് ശാസ്ത്രിയുമൊക്കെ തങ്ങളുടെ നിരാശ വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചു. രാമക്ഷേത്രത്തിനായി ദീർഘകാലം കേസ് നടത്തിയവരാണ് നിർമോഹി അഖാഡക്കാർ. അയോധ്യയിലെ അധിക ഭൂമി രാമജന്മഭൂമി ന്യാസിന് കേന്ദ്ര സർക്കാർ വിട്ടുനൽകാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയതും നിർമോഹി അഖാഡയാണ്. ഒടുവിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് രാമക്ഷേത്ര ട്രസ്റ്റിൽ കേന്ദ്ര സർക്കാർ ദിനേന്ദ്രദാസിനെ ട്രസ്റ്റിയാക്കിയത്. മോഷണ വിവരം പുറത്തു വന്നയുടനെ കുറ്റക്കാരെ തൂക്കിലിടണമെന്നാണ് ദിനേന്ദ്രദാസ് പ്രതികരിച്ചത്. മോഷണം രാജ്യത്തിനാകെ കളങ്കമായെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി.